Golden Gate by Alistair MacLean. ഏപ്രിൽ വെനസ്ഡേ മയക്കത്തിൽ നിന്നുണർന്ന് ആംബുലൻസിൽ നിന്നിറങ്ങി മെല്ലെ നടന്ന് റഫ്സൻ്റെ അടുത്തെത്തി. റഫ്സനും ബാക്കി എല്ലാ ജേർണലിസ്റ്റുകളും ആ സമയത്ത് ബസ്സിന് പുറത്തായിട്ട് പാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അത്യാവശ്യം ഇടിമിന്നലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവളെ കണ്ട റഫ്സൻ അടുത്ത് വന്നു. അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാത്തിനെയും പേടിയാണല്ലോ, ഇടിമിന്നലിനെ പേടിയുണ്ടോ? ആ കുട്ടി പറഞ്ഞു, പാലം തകർന്നു വീണില്ലെങ്കിൽ ഞാൻ പേടിക്കില്ല. റഫ്സൻ മറുപടി പറഞ്ഞു, 40 കൊല്ലമായിട്ട് ഈ പാലം ഇതിനേക്കാൾ വലിയ ഇടിമിന്നൽ വന്നിട്ട് തകർന്നു വീണിട്ടില്ല, അതുകൊണ്ട് അത് പേടിക്കണ്ട. അപ്പോഴേക്കും ചെറുതായി മഴ പെയ്തു തുടങ്ങി. എല്ലാവരും ബസ്സിലേക്ക് കയറി. അവരവർ ഇരുന്നിരുന്ന സീറ്റിലിരുന്നു. റഫ്സൻ പക്ഷേ ഏപ്രിൽ വെനസ്ഡേ വിൻഡോ സീറ്റിലേക്ക് ഇരുത്തി. എന്നിട്ട് അദ്ദേഹം ആ ഇടനാഴിയുടെ അടുത്തുള്ള സീറ്റിലിരുന്നു. ഏപ്രിൽ വെനസ്ഡേ ചോദിച്ചു, ഇതെന്താ ഒരു സീറ്റ് മാറ്റം? അത് ലേഡീസിന് എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കണം, അപ്പോൾ അവരെ ആ സൈഡിലിരുത്തി ഇപ്പുറത്ത് ഞങ്ങൾ പ്രൊട്ടക്റ്റേഴ്സ് ഇരിക്കുന്നു എന്നൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. ഇതിനകം മഴ ശക്തമായി പെയ്തു തുടങ്ങി. മഴയും ഇടിയും മിന്നലും എല്ലാം ശക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ റഫ്സൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്ത് മഴയാണെങ്കിലും ഇടിയാണെങ്കിലും മിന്നലാണെങ്കിലും ഒക്കെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ അവിടെ കൈലോക്ക് ആ ബസ്സിലേക്ക് വന്ന് കയറും. അപ്പോൾ ആ ബസ്സിൻ്റെ അകത്തൊരു ഗാർഡുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കും. ഈ സംസാരിക്കുമ്പോഴും നോട്ടം മുഴുവൻ റഫ്സൻ്റെ നേരെയാണ്. അല്പം കഴിഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോവും. കാരണം ബ്രാൻസൺ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റഫ്സനെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് രാത്രി ഉറങ്ങാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 9 മണിയോടെ കൈലോക്ക് വീണ്ടും ആ ബസ്സിനകത്തേക്ക് വന്ന് കയറി. അതിൻ്റെ അകത്തുള്ള ഗാർഡ് ബ്രാനറ്റിനോട് ഏതാനും ചില വാക്കുകളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഈ സമയത്ത് റഫ്സൻ പോക്കറ്റിൽ നിന്ന് ആ വൈറ്റ് പെന്ന് പുറത്തെടുത്തു. ആൾക്കാരെ അപകടരഹിതമായി ബോധം കെടുത്തുന്ന തരം പെന്ന്. പടിയിറങ്ങുന്ന കൈലോക്കിനെ ലക്ഷ്യമാക്കി റഫ്സൻ അതിൻ്റെ നോബൊന്ന് പ്രസ് ചെയ്തു. അടുത്ത നിമിഷം കൈലോക്ക് പാലത്തിലേക്ക് വീണു, അതിശക്തമായ ഒരു ശബ്ദത്തോടെ. ബ്രാനറ്റ് ഉടനെ ചാടി എണീറ്റു, റഫ്സനും. അവരോടി കൈലോക്കിൻ്റെ അടുത്തെത്തി. റഫ്സൻ പെട്ടെന്ന് അയാളുടെ തലയൊക്കെ പിടിച്ച് പൊക്കി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി. ആ നോക്കുന്നതിനിടയിൽ ചെവിയുടെ പുറകുന്ന് ആ നീഡിലുമെല്ലാം വലിച്ചെടുത്തു. അടുത്ത നിമിഷം റഫ്സൻ പറഞ്ഞു, നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട്, ബോധമില്ല, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. നേരെ ആംബുലൻസ് എത്തിയ റഫ്സൻ പറഞ്ഞു, താങ്കളുടെ അടുത്ത പേഷ്യൻറ്റിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് ചിരിച്ചുകൊണ്ട് മെഡിക്കൽ കിറ്റ് എടുത്തു. റഫ്സൻ്റെ കൂടെ നടന്നു. റഫ്സൻ അതിൻ്റെ ഇടയിൽ റൂം ഫ്രഷ്നർ എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിരിക്കുന്ന ആ സ്പ്രേ എടുത്ത് കോട്ടിൻ്റെ പോക്കറ്റിലിട്ടു. തിരിച്ചവർ ബസ്സിൻ്റെ അടുത്തെത്തി. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കിറ്റ് സൈഡിൽ വെച്ച് അവിടെ ഇരുന്ന് കൈലോക്കിനെ പരിശോധിക്കുകയാണ്. ബാക്കി അതിനകം ആ ബസ്സിലുള്ള എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ കൈലോക്കിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റഫ്സൻ മെല്ലെ ഡോക്ടറുടെ മെഡിക്കൽ കിറ്റിൻ്റെ അകത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്ത് ആ ബസ്സിനടിയിലേക്ക് ഇട്ടു. കൈലോക്കിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആരും അത് കണ്ടതേയില്ല. ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റു. അവരോട് പറഞ്ഞു, ഇയാൾക്ക് ബോധം പോയിരിക്കുകയാണ്, ഒന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യണം. ആരെങ്കിലും 2 പേരെ ഒന്ന് സഹായിച്ചാൽ. ഉടനെ 2 സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകൾ തന്നെ അയാളെ പിടിച്ചെടുത്തു. ഡോക്ടർ മെഡിക്കൽ കിറ്റും എടുത്തു. അവർ ആംബുലൻസിലേക്ക് നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് ബ്രാൻസൺ അവിടേക്ക് ഓടിയെത്തുന്നത്. ബ്രാൻസൺ ചോദിച്ചു, എന്തു പറ്റി? അത് കൈലോക്ക് വീണു. പറഞ്ഞത് ബ്രാനറ്റാണ്. മഴയല്ലേ, സ്റ്റെപ്പെല്ലാം സ്ലിപ്പ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പിൻ്റെ മേലെന്ന് താഴേക്ക് തലയടിച്ച് വീണു. ബോധമില്ല, നെറ്റി പൊട്ടിയിട്ടുണ്ട്. ബ്രാൻസനാകെ സംശയം. ബ്രാൻസൺ ആദ്യം നോക്കിയത് റഫ്സനെയാണ്.
എന്നിട്ട് ചോദിച്ചു, ശരിക്കും വീണതാണോ ആരെങ്കിലും തള്ളിയിട്ടാണോ? പ്ലാനറ്റ് പറഞ്ഞു, സത്യമായിട്ട് വീണതാണ് സാർ. ആ സമയത്ത് റഫ്സൻ എവിടെയായിരുന്നു? പ്ലാനറ്റ് പറഞ്ഞു, റഫ്സൻ എന്നല്ല, എല്ലാവരും അവരവരുടെ സീറ്റിൽ തന്നെയായിരുന്നു. ആരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പോലുമില്ല. എല്ലാം കണ്ടങ്ങനെ അമ്പരന്നിരിക്കുകയാണ് ഏപ്രിൽ വെനസ്ഡേ. ആ പെന്നിൻ്റെ ഉപയോഗം ശരിക്ക് അറിയാവുന്ന മറ്റൊരാൾ ഏപ്രിൽ വെനസ്ഡേ ആണല്ലോ. കാരണം ഉച്ചത്തെ മീറ്റിങ്ങിൽ ഇതെല്ലാം സംസാരിക്കുന്ന അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രാൻസൺ നേരെ നടന്നു ആംബുലൻസിൻ്റെ അടുത്തെത്തി. ആ സമയത്ത് കൈലോക്കിനെ എടുത്തുകൊണ്ട് പോയ ജേർണലിസ്റ്റുകൾ ആംബുലൻസിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ബ്രാൻസനകത്ത് കയറി. അപ്പോൾ കാണുന്നത് ഡോക്ടർ കൈലോക്കിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ബ്രാൻസൺ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഡോക്ടർ മൈൻഡ് ചെയ്തേയില്ല. ഡോക്ടർ സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ കൈലോക്കിൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് പിടിച്ചു പൊക്കി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ്റെ ആംബുലോട്ട് ഇരിപ്പുണ്ട്. ബ്രാൻസനെ എടുത്ത് പരിശോധിച്ചു. അത് ഒരു ആൻറ്റി ടെറ്റനസ് വാക്സിൻ. ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ നിന്ന് നിവർന്ന ഡോക്ടർ ബ്രാൻസനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചു കുട്ടിയൊക്കെ വരെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഓപ്പൺ സ്പേസിൽ പ്രത്യേകിച്ച് മണ്ണിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ് മുറിവ് പറ്റിയ ആൻറ്റി ടെറ്റനസ് വാക്സിൻ കൊടുക്കണമെന്നുള്ള കാര്യം. ഇന്റർനാഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ മിസ്റ്റർ ബ്രാൻസൺ? ബ്രാൻസൺ ഒന്നും വേണ്ടിയില്ല. ഡോക്ടർ BP ആപ്പൈഡ് ടെസ്റ്റ് എടുത്തു. കൈലോക്കിൻ്റെ BP ചെക്ക് ചെയ്തു, പൾസ് ഫീൽ ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ഇയാളെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, ഒരു ആംബുലൻസ് വിളിക്കാൻ ഏർപ്പാട് ചെയ്യണം. ബ്രാൻസൺ പറഞ്ഞു, പറ്റില്ല. ഇയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ഗവൺമെൻറ് ഇയാളെ ബന്ദിയാക്കും. ഡോക്ടർ നല്ല ഉറക്ക ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഓ US പ്രസിഡന്റിന് പകരം ഗവൺമെന്റിന്റെ ബന്ദി, ഈ ക്രിമിനൽ, നിങ്ങൾക്ക് എന്ത് പറ്റി ബ്രാൻസൺ? ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടോ? വീണ്ടും ബ്രാൻസൺ ഒന്നും വേണ്ടിയില്ല. ഡോക്ടർ ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ബസ്സിൻ്റെ അടുത്തെത്തി. കൈലോക്കിനെ അടുത്ത് ആംബുലൻസിൽ എത്തിച്ച ആ ജേർണലിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് വന്നു. അതിലൊരാൾ നമ്മൾ ഉച്ചയ്ക്ക് കണ്ട ഏപ്രിൽ വെനസ്ഡേ കുഴഞ്ഞു വീഴുമ്പോൾ ആംബുലൻസിലേക്ക് എടുത്ത് കിടത്തിയ സീനിയർ ജേർണലിസ്റ്റ് ഗ്രഫ്റ്റനാണ്. മറ്റേയാളുടെ പേര് ഫെറേഴ്സ്. ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ ഗ്രഫ്റ്റൻ, മിസ്റ്റർ ഫെറേഴ്സ്, നിങ്ങൾ കോടതിയിൽ വിറ്റ്നസ് ആവണം. അവരിങ്ങനെ അമ്പരന്ന് നോക്കുകയാണ് ഡോക്ടർ. ഈ കിടക്കുന്ന മനുഷ്യൻ പൾസും BPയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അയാൾക്ക് തലയടിച്ച് വീണ ആളാണ്. സെറിബ്രൽ ഹെമറേജ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ മിസ്റ്റർ ബ്രാൻസൺ സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഇയാൾ മരണപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബ്രാൻസനാണ്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, മിസ്റ്റർ ബ്രാൻസൺ ഒരു ക്രിമിനലാണെങ്കിലും ഇത്രയും കാലം ആരുടെയും മരണത്തിനിടയാക്കിയിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു, അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അത് കുറച്ച് മുമ്പ് ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചിരുന്നു. കാർഡിയാക് കെയർ യൂണിറ്റ് തുറന്നു നോക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വാശി പിടിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഡീസ്റ്റെറിലൈസ്ഡ് ആയാൽ പ്രസിഡന്റിന് ജീവനെ ബാധിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ബ്രാൻസൺ എന്നോട് പറഞ്ഞാണ്, ഇത്രയും കാലത്തെ ആക്ടിവിറ്റീസിനിടയിൽ ബ്രാൻസൺ കാരണം ആരും മരിച്ചിട്ടില്ല. സോ ഇന്ന് ബ്രാൻസൺ കാരണം ആദ്യമായിട്ടൊരാൾ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ബ്രാൻസൺ ആകെ ടെൻഷൻ കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി. ബ്രാൻസൺ മെല്ലെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആംബുലൻസ് വന്ന് അയാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റട്ടെ. പക്ഷേ എൻ്റെ ബസ്സിൽ പോയി ടൈസറിനടുത്ത് ഈ വിവരം നിങ്ങളാരെങ്കിലും ഒരാൾ പറയണം. ഞാൻ മറ്റേ ആംബുലൻസ് വരുന്നവരെ ഇവിടെ നിന്ന് മാറില്ല. എനിക്ക് ഈ ഡോക്ടറെ തീരെ വിശ്വാസമില്ല. മറ്റവർ പോയി വിവരം ടൈസറോട് പറഞ്ഞു. ടൈസർ പുറത്തേക്ക് വിളിച്ചു. അധികം വയ്യാതെ ഒരു ആംബുലൻസ് അവിടെ വന്നു. കൈലോക്കിൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി. സോ കൈലോക്ക് എന്ന ഒരു ആയുധധാരിയെ കീഴ്പ്പെടുത്തി ഒഴിവാക്കി. അതോടൊപ്പം ആംബുലൻസിലിടുന്ന ആ സ്പ്രേയും ഒപ്പം മറ്റ് ചില സാധനങ്ങളും
റഫ്സന്റെ കസ്റ്റഡിയിലാവുകയാണ്. സ്പ്രേ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, അദ്ദേഹം എടുത്ത് പോക്കറ്റിലിട്ടിരുന്നു. അത് കൂടാതെ ഉച്ചയ്ക്ക് പറഞ്ഞിരുന്ന രീതിയിലുള്ള 2 ചരടുകൾ, നീലയും പച്ചയും നിറത്തിലുള്ള 2 ചരടുകൾ, അതിൽ കെട്ടാനുള്ള ഒരു വെയിറ്റ്, നമ്മൾ ഈ ചൂണ്ടയിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു വെയിറ്റ്, പിന്നെ ആ ടോർച്ച്, ഇതെല്ലാം ഇപ്പോൾ റഫ്സൻ ആ ബസ്സിനടിയിലേക്ക് നീക്കിയിട്ട ആ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തുണ്ട്. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ റഫ്സൻ ലിങ്കൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തുടങ്ങി. പ്ലാൻ ചെയ്തതിനനുസരിച്ച് തീ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയണം. ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോൾ തീ അവിടെ കത്തിപ്പിടിക്കാൻ തുടങ്ങി. റഫ്സൻ അത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ, അദ്ദേഹം തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത് എന്തെങ്കിലും സംശയത്തിനിടയാക്കുമോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം അത് കാണാത്ത രീതിയിലോട്ടിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രാനറ്റ് ചാടി എണീറ്റ്, എന്താണത്, എല്ലാവരും നോക്കിയേ. അങ്ങനെ എല്ലാവരും നോക്കി. അവിടെ തീ ആളി കത്തുന്നത് കണ്ടു. ചെറിയ മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വക വയ്ക്കാതെ എല്ലാവരും പുറത്തിറങ്ങി. സ്ത്രീകൾ മാത്രം ബസ്സിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കുകയാണ്. റഫ്സൻ ഇതിനിടയിൽ ഏപ്പിൾ വെസ്റ്റോട് ചോദിച്ചു, നിന്റെ ബാഗിൽ ഈ സ്പ്രേ ഒന്ന് വയ്ക്കാവോ? അവൾ സമ്മതിച്ചു. റഫ്സൻ സ്പ്രേ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവളത് ബാഗിൽ വെച്ചു. റഫ്സൻ പറഞ്ഞു, അത് എടുത്ത് ചന്ദനമൊന്നും പറഞ്ഞ് മണത്തൊന്നും നോക്കരുത്. അവൾ പറഞ്ഞു, എനിക്കറിയാം, ഉച്ചയ്ക്ക് ഞാൻ മീറ്റിങ്ങിലുണ്ടായിരുന്ന ആളല്ലോ. റഫ്സൻ മെല്ലെ പുറത്തിറങ്ങി. അപ്പോൾ എല്ലാവരും ലിങ്കൻ പാർക്കിൻ്റെ ദിശയിലേക്ക് അങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ആരും വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. റഫ്സൻ നടന്ന് ബസ്സിൻ്റെ മറ്റേ സൈഡിലെത്തി. നേരത്തെ ബസ്സിൻ്റെ അടിയിലേക്ക് ഇട്ടിരുന്ന ആ പ്ലാസ്റ്റിക് കവർ കൈനീട്ടി വലിച്ചെടുത്തു. അതിൻ്റെ അകത്തുനിന്ന് ആ ടോർച്ച് പുറത്തെടുത്തു. ചുറ്റും പതിവ് പോലെ ഒന്ന് നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ലിങ്കൻ പാർക്കിൻ്റെ ദിശയിൽ നോക്കുകയാണ്. റഫ്സൻ ആ ടോർച്ച് ഒരു പ്രത്യേക കോടി രീതിയിൽ ഫ്ലാഷ് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കകം ചൈന ടൗൺ ഭാഗത്തുനിന്ന് ഒരു റോക്കറ്റ് മുകളിലേക്ക് പൊങ്ങി. അതായത് റഫ്സന്റെ സിഗ്നൽ അവർ ശരിയായ രീതിയിൽ റിസീവ് ചെയ്തു എന്നുള്ളതിനുള്ള അടയാളം അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. റഫ്സൻ ടോർച്ച് പോക്കറ്റിലിട്ടു. ബാക്കി സാധനങ്ങൾ ബസ്സിൻ്റെ അടിയിൽ തന്നെ വെച്ചു. എന്നിട്ട് സാവധാനം നടന്ന് മറ്റുള്ളവരുടെ അടുത്ത് ചെന്നു. അവരുടെ അടുത്ത് സ്വല്പം ദൂരം മാറി ഡോക്ടർ നിൽപ്പുണ്ട്. റഫ്സൻ ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടർ പറഞ്ഞു, കൊള്ളാമല്ല താങ്കളുടെ പ്ലാനിങ്, ഗംഭീര ഫയർ വർക്കാണല്ലോ. ഫയർ വർക്ക് എന്ന് പറഞ്ഞാൽ നോർമലി പടക്കങ്ങൾ കത്തിക്കുന്നതിനെയാണ് പറയുക. ഡോക്ടർ ഒന്ന് ആലങ്കാരികമായി പറഞ്ഞാണ്. റഫ്സൻ ചിരിച്ചു. ഇതൊക്കെ എന്ത്, ഇനി വലുത് വരാനുണ്ട്, കുറച്ച് കഴിയട്ടെ, മേസൺ പാർക്കിൻ്റെ അവിടെ കാണാം. ബ്രാൻസൺ ഓടി പ്രസിഡന്റിൻ്റെ ബസ്സിൽ വന്ന് കയറി. ബയാനോട് പറഞ്ഞു, ഹെൻഡ്രിക്സിനെ വിളിക്ക്. അങ്ങനെ പോലീസ് ചീഫ് ലൈനിൽ വന്നു. ബ്രാൻസൺ ചോദിച്ചു, എന്താ അത്, അവിടെ തീ കത്തണം എന്താ? ഹെൻഡ്രിക്സ് ലേശം പരിഹാസത്തോടെ ചോദിച്ചു, ഞാനാരാ, അഗ്നിദേവനോ? തീ കത്തുന്നുണ്ടോ എന്താന്നൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെ ചോദിച്ചാൽ തോന്നുമല്ലോ ഞാനാണോ അവിടെ തീ വെച്ചതെന്ന്. കഴിഞ്ഞ സമയം മുഴുവൻ ബ്രാൻസൺ വളരെ അധികാരഭാവത്തിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പം നേരെ മാറിയിരിക്കുന്നു. ഹെൻഡ്രിക്സ് വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. ബ്രാൻസന് ടെൻഷൻ തുടങ്ങിയിരിക്കുന്നു. ബ്രാൻസൺ ആകെ വേർത്ത് കുളിക്കുന്നു. IAC ബസ്സിൻ്റെ അകത്ത് നിന്നിട്ടും ബ്രാൻസൺ വേർക്കുകയാണ്. ഹെൻഡ്രിക്സ് പിന്നെയും പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ സാധാരണയിൽ എപ്പോഴും സംസാരത്തിൻ്റെ ഇടയിൽ ബ്രാൻസനായിരിക്കും ആദ്യം വളരെ ദേഷ്യത്തിൽ ഫോണങ്ങ് വയ്ക്കും. ഇത്തവണ നേരെ തിരിച്ച് ഹെൻഡ്രിക്സ് ഫോൺ വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മഴയും ഇടിയും മിന്നലും ഒക്കെ ആണല്ലോ, അവിടെയുള്ള ചില സാധനങ്ങൾക്ക് മിന്നലേറ്റു, അത് കത്തുന്നു, അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഇന്നത്തെ പ്രകൃതിയുടെ ഭാഗങ്ങൾ. വീണ്ടും ഹെൻഡ്രിക്സ് ശക്തമായി ഫോൺ അവിടെ വെച്ചു. ബ്രാൻസൺ ഒന്നും മിണ്ടാതെ ഇറങ്ങി അയാളുടെ ബസ്സിലേക്ക് പോയി.
സ്വല്പം കഴിഞ്ഞ് തീയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതായത് അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓരോരുത്തരായിട്ട് ബസ്സിൻ്റെ അകത്തേക്ക് കയറി എല്ലാവരും വീണ്ടും അവരവരുടെ സീറ്റുകളിലിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഫോർട്ട് മേസന്റെ ഭാഗത്ത് കുറെ കൂടി ശക്തമായ തീയാളി കത്തുന്നു. വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് മാറി. എല്ലാവരും വീണ്ടും ബസ്സിന്റെ പുറത്തിറങ്ങി. ബ്രാൻസൺ വീണ്ടും ഹെൻഡ്രിക്സിനെ വിളിച്ചു. ഇതെന്താ അപ്പുറത്ത് പിന്നെയും തീ? ഹെൻഡ്രിക്സ് ചോദിച്ചു, എനിക്കെങ്ങനെ അറിയാ, അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ഫോൺ കട്ട് ചെയ്തു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ഹെൻഡ്രിക്സ് തിരിച്ചു വിളിച്ചു. ആ ഭാഗത്തുള്ള ഒരു ഓയിൽ ടാങ്കിന് ലൈറ്റ്നിങ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായ തീയാണ്. ഇത് പെട്ടെന്നൊന്നും അണയ്ക്കാനും പറ്റില്ല. ആ ടാങ്ക് നിറയെ പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും തീ അണയ്ക്കാൻ. വീണ്ടും ഹെൻഡ്രിക്സ് തന്നെ ഫോൺ കട്ട് ചെയ്തു. ബ്രാൻസൺ ഫോണ് ക്ലാഡിൽ വെച്ച് മെല്ലെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കോച്ചിലേക്ക് പോയി. ഡോക്ടർ റഫ്സനോടൊരു തമാശ പറഞ്ഞു. കൊള്ളാമല്ലേ കിങ്ങിൻ്റെയും പ്രിൻസിൻ്റെയും അവസ്ഥ? റഫ്സൻ ഡോക്ടർ ഒന്നിങ്ങനെ ചോദ്യഭാവത്തിൽ നോക്കി. അവരുടെ നാട്ടിൽ നിന്ന് പെട്രോളിയം കൊണ്ടുവന്ന് കത്തിച്ച് അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുക, ഫയർ എക്സിബിഷൻ. രണ്ടാളും ചിരിച്ചു. അല്പം കഴിഞ്ഞ് ബ്രാൻസൺ മറ്റൊരു സംഭവം കാണുകയാണ്. കുറേ ദൂരെ പടക്ക റോക്കറ്റുകളിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. സാധാരണ അമേരിക്കയിൽ കാണാത്തൊരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ചൈന ടൗണിൽ മാത്രമാണ് പടക്കം പൊട്ടിക്കാൻ അനുവാദമുള്ളത്. വീണ്ടും ബ്രാൻസൺ ഹെൻഡ്രിക്സിനെ വിളിച്ചു. ഹെൻഡ്രിക്സ് പിന്നെയും പറഞ്ഞു, അന്വേഷിക്കട്ടെ, തിരിച്ചു വിളിക്കാം. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു. ഹെൻഡ്രിക്സ് തിരിച്ചു വിളിച്ചു. ചൈന ടൗൺ, അവിടെയാണ് പടക്കം ഉണ്ടാക്കാനും വിൽക്കാനും ഉപയോഗിക്കാനും ഒക്കെ അനുവാദമുള്ളൂ. അവിടുത്തെ ഒരു പടക്ക ഫാക്ടറിയിൽ ലൈറ്റ്നിങ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പടക്കങ്ങളെല്ലാം കത്തുകയാണ്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പടക്കങ്ങൾ കത്തി തീരെ തന്നെ വേണം. വീണ്ടും ഹെൻഡ്രിക്സ് ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആ പാലത്തിൽ ഇലക്ട്രിക് സപ്ലൈ ഓഫായി. അവർ ചുറ്റും നോക്കി. പാലത്തിൽ മാത്രമല്ല, സാൻ ഫ്രാൻസിസ്കോ ടൗണിലൊന്നും ഒരു ലൈറ്റും കാണാനില്ല. അപ്പോൾ മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ഓഫായിരിക്കുന്നു. വീണ്ടും ബ്രാൻസൺ ടെൻഷൻ കൂടി. അപ്പം തന്നെ ക്രൈസ്ലർ വിളിച്ചു, 2 ജനറേറ്റർ ഓൺ ചെയ്യുക. അത് 2 ഭാഗത്തേക്കും വേഗം 2 സെർച്ച് ലൈറ്റുകൾ, സൗത്ത് ടവറിലും നോർത്ത് ടവറിലും സെർച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുക. അങ്ങനെ അവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സൗത്ത് ടവറും നോർത്ത് ടവറും വളരെ ബ്രൈറ്റായിട്ട് ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു എഫക്റ്റ് ഉണ്ടായി. ആ സെൻട്രൽ ഭാഗം കൂടുതൽ ഇരുട്ടിയതുപോലെ തോന്നി. ബ്രാൻസന്റെ ഉദ്ദേശം 2 ടവറിന്നും ഈ സമയങ്ങളിൽ ഫോഴ്സ് കയറി വരാൻ പാടില്ല. അതിനാണ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ റഫ്സന് അത് വളരെ സൗകര്യപ്രദമായ ഒരു രീതിയായിരുന്നു. റഫ്സൻ ചെന്ന് ഒരു ഹെലികോപ്റ്ററിൻ്റെ അകത്തേക്ക് കയറി ടോർച്ച് ഉപയോഗിച്ച് അതിൻ്റെ അകം മുഴുവൻ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ പൈലറ്റിൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നുണ്ട്. റഫ്സന് മനസ്സിലായി, ഇതാണ് ഈ എക്സ്പ്ലോസീവ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബ്രാൻസൺ പറഞ്ഞ റിമോട്ട് കൺട്രോൾ. റഫ്സൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ നൈഫ് പുറത്തെടുത്തു. ആ നൈഫ് ആക്ച്വലി ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് വാനി ഫാൻ കണ്ടതാണ്. വളരെ ചെറിയൊരു നൈഫ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ചൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ചിരിച്ചുകൊണ്ടത് റഫ്സന്റെ പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. അതിൻ്റെ അറ്റം ഉപയോഗിച്ച് റഫ്സൻ ആ റിമോട്ട് കൺട്രോളിൻ്റെ മുകളിലുള്ള 4 സ്ക്രൂ അഴിച്ചു. അതിൻ്റെ ടോപ്പ് പോർഷൻ അവിടെ നിന്ന് മാറ്റി. അതിൻ്റെ അകത്തുള്ള 2 നൈഫ് സെൽസ് റഫ്സൻ അതിൽ നിന്ന് അഴിച്ചെടുത്തു. നൈഫ് സെൽസ് എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാനുള്ള പ്രത്യേകതരം ബാറ്ററികളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ നല്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഡൗൺ ആയി പോകും. നൈഫ് സെല്ലിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത്തരം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് റഫ്സൻ അഴിച്ചെടുത്തു. ഈ സമയം മുഴുവൻ ആ ഹെലികോപ്റ്ററിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുകയാണ് ഡോക്ടർ. ആരെങ്കിലും
ആ ഭാഗത്തേക്ക് പെട്ടെന്ന് വന്നാൽ റബ്സനെ കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റബ്സൻ പ്രത്യേകം ആ വൈറ്റ് പെന്ന് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആര് വന്നാലും അവരെ ബോധം കെടുത്തി വയ്ക്കുക. വീണ്ടും ബ്രാൻസൺ ഹെൻഡ്രിക്സിനെ വിളിച്ചു. ഇതെന്താ ഇലക്ട്രിക് സപ്ലൈ പോയത്? ഹെൻഡ്രിക്സ് വളരെ കൂളായി ചോദിച്ചു. എന്താ പാലത്തിൽ മാത്രമാണോ പോയിരിക്കുന്നത്? അല്ല, ചുറ്റും ഒരിടത്തും കാണാനില്ല. അപ്പം മനസ്സിലായില്ലേ, ലൈറ്റ്നിങ് അടിച്ചെന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അന്വേഷിക്കട്ടെ. അല്പം കഴിഞ്ഞ് ഹെൻഡ്രിക്സ് തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ട്രാൻസ്ഫോമർ ഡാമേജ് ആയിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയം വേണം. പിന്നെ കൂട്ടത്തിൽ എന്തൊക്കെയോ ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു, ജമ്പർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെയൊക്കെ ഒരു ട്രാൻസ്ഫോമർ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴാണ് ശരിയാവുക. അവിടെ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും ഹെൻഡ്രിക്സ് വളരെ ശക്തമായി ഫോണോട് വെച്ചു. റബ്സൺ ഡോക്ടറോട് ചോദിച്ചു, ആ ഗണ്ണെടുത്ത് നമുക്ക് മിലിറ്ററി ചീഫിനെ ഏൽപ്പിക്കണം, താങ്കൾക്ക് ചെയ്യാവോ? അതിനെന്താ, ഒരു സംശയം ചോദിക്കട്ടെ? എന്തേ? താങ്കൾ ആ സീല് പൊട്ടിച്ചാണല്ലോ അതിൻ്റെ അകത്തുനിന്ന്, ആ കാർഡിയാക് കെയർ യൂണിറ്റിൻ്റെ അകത്തുനിന്ന് ഗണ്ണ് പുറത്തെടുക്കുക. ഇനി എപ്പോഴെങ്കിലും ബ്രാൻസനെ ശ്രദ്ധിച്ചാലോ? അതിന് പേടിക്കാനൊന്നുമില്ല. എൻ്റെ അടുത്ത് 2 സെറ്റ് സീല് വേറെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അഴിച്ച് പുറത്തെടുത്തതിന് ശേഷം ഞാനത് വീണ്ടും സീൽ ചെയ്യും. അല്പസമയത്തിനകം ഇലക്ട്രിക് സപ്ലൈ തിരിച്ചു വന്നു. മഴ കുറച്ചുകൂടി ശക്തമായി. അങ്ങനെ എല്ലാവരും ബസ്സിലേക്ക് തന്നെ തിരിച്ചു കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഉറങ്ങാൻ ആരംഭിച്ചു. ആ ബസ്സിൽ ആ സമയത്ത് ഉറങ്ങാതെ ഒരേ ഒരാൾ, റബ്സൺ മാത്രം. നമ്മളെ ഗാർഡ് ബ്രാനറ്റ് പോലും സീറ്റിലിരുന്ന് ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ തല ഇങ്ങനെ താഴേക്ക് കുനിഞ്ഞു പോകുന്നത് റബ്സൺ കാണുന്നുണ്ട്. റബ്സൺ ശബ്ദം ഉണ്ടാക്കാതെ എണീറ്റു. എഴുന്നേൽക്കുന്ന സമയത്ത് ഏപ്രിൽ വെനസ്ഡേയോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, നീ ആ സ്പ്രേയിങ് എടുത്തത്. ഏപ്രിൽ വെനസ്ഡേ സ്പ്രേ എടുത്തു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എത്ര സമയമാവും? ഭാഗ്യമുണ്ടെങ്കിൽ 20 മിനിറ്റ്, ഏറിപ്പോയ അരമണിക്കൂർ. റബ്സൺ ശബ്ദം ഉണ്ടാക്കാതെ മുന്നിലേക്ക് കിടന്നു. ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ബ്രാനറ്റിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആ പെന്നിൻ്റെ നോബ് പ്രസ് ചെയ്തു. ബ്രാനറ്റ് അതേ അവസ്ഥയിൽ ബോധം കെട്ടു ഇരിപ്പായി. റബ്സൺ അയാളെ പിടിച്ചൊന്ന് നേരെ ഇരുത്തി. ഇപ്പം ആരെങ്കിലും വെളിയിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കാണുന്നത് ബ്രാനറ്റ് അവിടെ സ്റ്റഡി ആയിട്ടിരിപ്പുണ്ട്. റബ്സൺ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുമ്പോൾ ആ മെഷീൻ ഗണ്ണുമായിട്ട് വരുന്നു രാവിലെ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന ജോൺസൺ. വീണ്ടും അദ്ദേഹം വൈറ്റ് പെന്നൊന്ന് പ്രയോഗിച്ചു. ജോൺസൺ നിലത്ത് വീണു. വീഴുന്നതിന് തൊട്ട് മുമ്പായിട്ട് റബ്സൺ അയാളെ ചാടിപ്പിടിച്ചു. ഉദ്ദേശം മറന്നായിരുന്നില്ല. നിലത്ത് വീഴുമ്പോൾ ഭീകരമായൊരു ശബ്ദം കേൾക്കും. പ്രത്യേകിച്ച് ആ കയ്യിലെ മെറ്റലിൻ്റെ ഗണ്ണും കൂടെ ഉള്ളതുകൊണ്ട് അത് മറ്റുള്ളവർ കേൾക്കരുത്. അതായിരുന്നു ലക്ഷ്യം. അയാളുടെ കയ്യിൽ നിന്ന് ആ ഗണ്ണ് മാറ്റിയതിന് ശേഷം അയാളെ വലിച്ച് ബസ്സിൻ്റെ അകത്ത് കയറ്റി ഡ്രൈവർ സീറ്റിൽ കൊണ്ടിരുത്തി. റബ്സൺ പതുക്കെ ബസ്സിൻ്റെ അടിയിൽ നിന്ന് നേരത്തെ അങ്ങോട്ട് നീക്കിയിട്ടിരുന്ന ആ പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്തു. അതിൻ്റെ അകത്തുനിന്ന് പച്ചച്ചരട് അദ്ദേഹം പുറത്തെടുത്തു. അത് പെട്ടെന്ന് കണ്ടാലും ആർക്കും സംശയം തോന്നാതിരിക്കാത്ത രീതിയിൽ ചൂണ്ടക്കുളത്തൊക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ആരെയും കണ്ട വൈകാരോ മീൻ പിടിക്കാൻ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. അദ്ദേഹം ആ കൊളുത്ത് മുറിച്ച് മാറ്റി. അതിൻ്റെ അറ്റത്ത് ആ വെയിറ്റ് കെട്ടി അത് ഏകദേശം ഒരു ഊഹം വെച്ച് താഴേക്ക് ഇറക്കി. ഊഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ ഒരു സബ്മറൈൻ ആ സമയമാകുമ്പോൾ വന്നു നിൽക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ആ സബ്മറൈൻ അവിടെയുണ്ട് എന്നുള്ള ഒരു ഊഹത്തിലാണ് താഴേക്ക് ഇറക്കുന്നത്. ഒരു ഉദ്ദേശം താഴേക്ക് അത് എത്തി എന്ന് തോന്നിയപ്പോൾ മെല്ലെ പിടിച്ചൊന്ന് വലിച്ചു നോക്കി. അത് ഫ്രീ ആയിട്ട് പൊങ്ങി വരുന്നുണ്ട്. കുറച്ചുകൂടി താത്തി. അങ്ങനെ ഒരു 3-4 തവണ ആത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് താഴേന്ന് അതിലേക്കൊരു വലി വന്നു. അപ്പോൾ മനസ്സിലായി അത് സബ്മറൈനിലെത്തിയെന്ന്. ഏതാനും സെക്കൻഡുകൾക്കകം അതിൽ കെട്ടിയ നിലയിൽ ഒരു ട്രാൻസ് റിസീവർ സെറ്റ് റബ്സൺ വലിച്ചെടുത്തു. രാവിലെ അദ്ദേഹം നദിയിൽ ഉപയോഗിച്ചതിൻ്റെ രീതിയിലുള്ള മറ്റൊരു സാധനം. റേഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. റബ്സൺ ആ ടോർച്ച് പുറത്തെടുത്തു.
അതിൻ്റെ ബാക്കിൽ വളരെ താഴെയായിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സ്വിച്ച് പ്രസ് ചെയ്തു. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്നതോടെ ആ ടോർച്ച് സാധാരണ ടോർച്ച് അല്ലാതായി മാറും. അതിൽ നിന്ന് ലേസർ ബീംസ് പുറത്തു വരും. റോബ്സൺ അത് നേരെ ബ്രാൻസന്റെ ബസ്സിന്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റേഡിയോ സ്കാനറിന് നേരെ ഫോക്കസ് ചെയ്തു. ഏതാനും സെക്കൻഡുകൾക്കകം അതിൻ്റെ മോട്ടർ നിലച്ചു. ഇനി അത് സ്കാൻ ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പായി. പെട്ടെന്ന് പുറകുന്നൊരു ശബ്ദം. ഈ സമയത്ത് നദിയിൽ നിന്ന് മീനും പിടിക്കാൻ പറ്റുമോ? ശബ്ദം കേട്ടപ്പോഴേ റോബ്സൺ ആളെ മനസ്സിലായി. അത് വാനിഫാനായിരുന്നു. റോബ്സൺ ആ ട്രാൻസ് റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വാനിഫാനെ ഫേസ് ചെയ്തു. വാനിഫാൻ അത് കാണൊക്കെ തന്നെ ചോദിച്ചു, കൊള്ളാമല്ലോ മീന്, ഇതാ ഞാനൊന്ന് നോക്കട്ടെ. ഒരു കയ്യിൽ മെഷീൻ ഗണ്ണുണ്ട്. റോബ്സൺ പോക്കറ്റിൽ നിന്ന് ആ സ്പ്രേ എടുത്തു. വാനിഫാന് നേരെ നീട്ടി. വാനിഫാൻ അത് വാങ്ങാൻ കൈ നീട്ടുമ്പോഴേക്കും ആ സ്പ്രേ നോബ് പ്രസ് ചെയ്തു. വാനിഫാനോടെ ബോധം കെട്ടു വീണു. നേരത്തെ ജോൺസനെ വീഴ്ത്തിയതുപോലെ തന്നെ നിലത്ത് വീഴുമ്പോഴേക്കും ചാടിപ്പിടിച്ചു. നിലത്ത് വീഴുന്ന ശബ്ദവും ആ ഗണ്ണ് നിലത്ത് വീഴുന്ന ശബ്ദവും ആരും കേൾക്കാൻ പാടില്ല. ട്രാൻസ് റിസീവർ ഓൺ ചെയ്ത ശേഷം റോബ്സൺ ഹാഗൻബാക്കിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയിൽ അത് ട്യൂൺ ചെയ്തു. അവിടുന്ന് ഹാഗൻബാക്ക് അദ്ദേഹത്തിൻ്റെ വയർലെസ് സെറ്റ് എടുത്തു. റോബ്സൺ പറഞ്ഞു, സാർ റോബ്സനാണ്, വാനിഫാനെ ഞാൻ ബോധം കെടുത്തി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് താഴെ നിന്ന് സബ്മറൈനിലെ ക്യാപ്റ്റൻ സംസാരിക്കുന്ന റോബ്സന് കേൾക്കാം. റോബ്സൺ, ഞങ്ങൾ ഒരു കോൺഫറൻസ് മോഡിലാണ്. താങ്കൾ പറയുന്നത് എനിക്കും ചീഫിനും കേൾക്കാം. അയാളെ ഈ സബ്മറൈനിൽ തന്നെ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ആ കോഡ് ഒന്നുകൂടി താഴേക്ക് ഇടുക. അതിൽ ഞാനൊരു കയറ് മുകളിലേക്ക് കെട്ടിത്തരാം. ആ കയറ് വലിച്ച് മുകളിൽ പാലത്തിൻ്റെ കൈവരിയിൽ കെട്ടുക. അത് കഴിയുമ്പോൾ താങ്കളെ സഹായിക്കാനായിട്ട് ഇവിടെ നിന്നൊരു കമാൻഡോയും മുകളിലേക്ക് വരും. ഏതാനും മിനിറ്റുകൾക്കകം ആ സബ്മറൈനിൽ നിന്നൊരു കമാൻഡോ ആ കയറിൽ തൂങ്ങി മുകളിലെത്തി. അവർ വാനിഫാനെ വളരെ ശക്തമായ രീതിയിൽ കയ്യ്, വേസ്റ്റ്, കാല് ഇത്രയും ഭാഗങ്ങൾ ചേർത്തി കയറിൽ ബന്ധിച്ചു. ഇവർ രണ്ടാളും ചേർന്ന് വാനിഫാനെ തൂക്കി താഴേക്ക് എത്തിച്ചു. താഴെ അയാളെ രണ്ടുപേര് പിടിച്ച് ആ സബ്മറൈൻ്റെ അകത്ത് കിടത്തി. വന്ന രീതിയിൽ തന്നെ കമാൻഡോ തിരിച്ചുപോയി. വീണ്ടും എല്ലാം ശാന്തം.